ഐക്യ കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ സംഘടിപ്പിക്കുന്ന മലബാർ എഡ്യൂ ഫെസ്റ്റ് 19, 20, 21 തീയതികളിലായി മലപ്പുറത്ത് ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടക്കും. 19 വൈകുന്നേരം 4 മണിക്ക് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. യൂണിവേഴ്സിറ്റി നടത്താൻ പോകുന്ന ഏറ്റവും വലിയ പരിപാടിയായിരിക്കും. 3 ദിവസങ്ങളിലായി 350 തരം കോളേജുകളിൽ നിന്നും 25,000 പരം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് മലബാർ എഡ്യൂ ഫെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് സെഷൻസ് അതിലുണ്ടാവും. ഒരു ഇന്ററാക്റ്റീവ് സെഷൻസ് ഉണ്ടാവും, പാനൽ ഡിസ്കഷൻ ഉണ്ടാവും, കൾച്ചറൽ ഇവന്റ്സ് ഉണ്ടാവും, അതുപോലെ ഫുഡ് ഫെസ്റ്റ് ഉണ്ടാവും, അതുപോലെ ഒരുപാട് ജോബ് ഫെയർ ഉണ്ട്. അതുപോലെ ഈ യൂണിവേഴ്സിറ്റിയിലെ കോളേജുകൾ ഉൾപ്പെടുത്തിയിട്ട് ഒരുപാട് കോമ്പറ്റീഷൻസ് നടത്തുന്നുണ്ട്. യൂണിവേഴ്സിറ്റി തരത്തിലുള്ള മിസ് യൂണിവേഴ്സിറ്റി, മിസ്റ്റർ യൂണിവേഴ്സിറ്റി, ഒരു ഫാഷൻ എന്നുള്ള സെൻസിലല്ല, മച്ച് മോർ ഒരു എന്താ പറയുക സർഗാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഇന്റലിജൻസിനെ ഇന്റലക്ച്വൽ ഇതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ, ബെസ്റ്റ് യൂണിയൻ അവാർഡ് ഉണ്ടാവും. അതുപോലെ ബെസ്റ്റ് മാഗസിൻ അവാർഡ് കഴിഞ്ഞ യൂണിയൻ ഇറക്കിയിട്ടുള്ള കോളേജ് മാഗസിനുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മാഗസിൻ അവാർഡ്, ബെസ്റ്റ് എമർജിംഗ് ടീച്ചർ അവാർഡ് BS സ്റ്റുഡൻസിന് വേണ്ടി. അതുപോലെ ഇവരുടെ യൂണിവേഴ്സിറ്റി തലത്തിൽ നടത്താത്ത പക്ഷെ നാഷണൽ തലത്തിൽ ഒരുപാട് നടത്തുന്ന മൂഡ് കോർട്ട് കോമ്പറ്റീഷൻ, ലോ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള മൂഡ് കോർട്ട് കോമ്പറ്റീഷനുകൾ ഉണ്ടാവും. അതുപോലെ ലോ സമ്മിറ്റ് എന്ന് പറയുന്നത് ലോന്റെ മേഖലയിലുള്ള ഒരുപാട് ഡിസ്കഷൻസ്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, വയനാട്, തൃശൂർ എന്നീ 5 ജില്ലകളിൽ നിന്നായി 350ഓളം കോളേജുകളിലെ വിദ്യാർത്ഥികളും മറ്റും ഉൾപ്പെടെ 25,000-ഓളം പേർ പരിപാടിയിൽ സംബന്ധിക്കും. കായികം, സംഗീതം, വിദ്യാഭ്യാസം, നിയമം, AI, കരിയർ, ഫുഡ് ഫെസ്റ്റ് തുടങ്ങി വിവിധ മേഖലകളെ സംബന്ധിക്കുന്ന സെക്ഷനുകളാണ് 3 ദിവസത്തെ പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 6 വേദികളിലായി വിവിധ സെക്ഷനുകൾ നടക്കും. മിസ് യൂണിവേഴ്സിറ്റി മത്സരവും അരങ്ങേറും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ നേതാക്കൾ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഐക്യ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ ഭാരവാഹികളായ നിതിൻ, ഫാത്തിമ, PK ഹർഷദ്, PK മുബഷീർ, അഖിൽ കുമാർ ആനക്കയം, KP അമീൻ, റാഷിദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.